അപ്പോൾ സുഹൃത്തുക്കളെ, 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് ഈ വീഡിയോ. പ്രായം ചെന്നൊരു ഉമ്മ കാശ്മീരിലേക്ക് പോകുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കാത്ത, സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. അതിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ മൊത്തത്തിലായിട്ട് അവർ ഷെയർ ചെയ്യുന്നു. ഈ വീഡിയോയെക്കുറിച്ച് മറ്റൊരു ഒരു മാന്യദേഹം ഒരു പ്രസംഗത്തിലൂടെ ഈ വീഡിയോ വിമർശിച്ചുകൊണ്ട്, വീഡിയോ അല്ല വിമർശിക്കുന്നത്, ആ വീഡിയോ ചെയ്ത ആ ഉമ്മൂമ്മയുടെ ആ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. ഇതിൻ്റെ ഈ രണ്ട് വീഡിയോയും വെച്ച് ഒരുപാട് പ്രതികരണങ്ങളും ഒരുപാട് വിമർശനങ്ങളും പോസ്റ്റ്മോർട്ടങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും തെറ്റും ശരിയും വിശകലനം ചെയ്യാനോ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതിലൂടെ വെളിവാക്കപ്പെടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ടെൻഡൻസിയാണ്. ഒരാളുടെ ജീവിതത്തിൽ, അയാളുടെ സന്തോഷത്തിൽ, അയാളുടെ സ്വാതന്ത്ര്യത്തിൽ, അയാളുടെ ആനന്ദങ്ങളിൽ മറ്റൊരാൾ കയറി ഇടപെടുക, അഭിപ്രായം പറയുക, നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെ മോശമാണ് എന്നുള്ളത് മാത്രമല്ല പറയുന്നത്, അതൊരു ലേശം അപകടം നിറഞ്ഞൊരു പരിപാടി കൂടിയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ, അയാളുടെ ഇഷ്ടങ്ങളിൽ, അയാളുടെ സന്തോഷങ്ങളിൽ, അയാളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ മറ്റൊരാൾ കയറി ഇടപെടുന്നതും മറ്റൊരാൾ കയറി നിയന്ത്രിക്കുന്നതും അത് നമ്മൾ വിചാരിക്കും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളായി ഉണ്ടാക്കുകയെന്ന്. പക്ഷെ നേരെ വിരുദ്ധമായിട്ട് അയാളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും, നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ഇത് പൊതുവെ ചില ആളുകളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്ന ഒരു ടെൻഡൻസിയാണ്. മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അതിലെല്ലാം കയറിയിട്ട് നിയന്ത്രിക്കുന്ന, ഇടപെടുന്ന ചില രീതികൾ. ഇങ്ങനെ കയറി ഇടപെടുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും, അത് വ്യക്തികളുടെ പേരിലാണെങ്കിലും ബന്ധങ്ങളുടെ പേരിലാണെങ്കിലും സംഘടനകളുടെയോ പാർട്ടികളുടെയോ എന്തിൻ്റെ പേരിലാണെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുക എന്നുള്ളത് തെറ്റാണെന്ന് മാത്രമല്ല, അതിലൂടെ ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ കൂടി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുതരം അസഹിഷ്ണുത ഇതിലൂടെ പ്രകടമാക്കപ്പെടുന്നുണ്ട്. ഒരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ, അയാൾക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു സംഗതി കിട്ടി അയാൾ ആനന്ദിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അസൂയയോ വെറുപ്പോ ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനെ ശരിക്കൊന്ന് ഒലുമ്പിയെടുക്കേണ്ടതുണ്ട്. മറ്റൊരാളുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി മാറുക എന്ന് പറഞ്ഞത് ചില്ലറ ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാനൊക്കെ ആലോചിച്ച് നോക്കുന്നത് അതല്ല. ജീവിതത്തിൽ ഇതുപോലുള്ള യാത്രയുടെ ആനന്ദങ്ങൾ, പുതിയ പുതിയ കാഴ്ചയുടെ സന്തോഷങ്ങളും ആനന്ദങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയാത്ത, ഒരുപാട് വേലിക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങി ജീവിതം ഞെരുങ്ങി മരവിച്ച് ഇവിടുന്ന് ജീവിതം തീർന്ന് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയ എത്രയെത്ര ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ ലോകം കാണാനും അവരിതുവരെ കാണാത്ത പല കാഴ്ചകൾ കാണാനൊക്കെ ആഗ്രഹമില്ലാത്ത ആളുകളായിരുന്നില്ല. പക്ഷെ പല സാഹചര്യങ്ങൾ, കാണാത്ത ഒരുപാട് കുരുക്കുകൾ അവരുടെ കഴുത്തിലും കൈകളിലും കാലുകളിലും മുറുകിയത് കൊണ്ട് അവരുടേതായ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ച് ജീവിച്ചു പോയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഇവിടെ. അപ്പോൾ പ്രായം കൂടുക എന്നുള്ളത് വീട്ടിനുള്ളിൽ അടച്ചിരിക്കാനുള്ള ഒരു കാരണമായിട്ട് സ്ഥാപിക്കുക. പുതുതലമുറ ഇത്തരം സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതും അവർ പോകുന്നതും കാണുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പഴയകാല തലമുറ, ഇത്തരം ആനന്ദങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഈ തലമുറ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന വിങ്ങലുകളും ഗദ്ഗതങ്ങളൊന്നും പലപ്പോഴും നമ്മൾ പുറത്തറിയാത്തതിൻ്റെ കാരണം അവരത് മനസ്സിൽ ഒതുക്കി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രായമായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് അവർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ യാത്ര കൊണ്ടുപോകുക തന്നെ വേണോ? പുതിയ പുതിയ സ്ഥലങ്ങൾ, അവർ കാണാത്ത, കേട്ടിട്ട് മാത്രം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ അവർ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറ്റുമെങ്കിൽ അവർ കൊണ്ടുപോകണം. അത് കാണുമ്പോൾ അവർ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ കൈയടിക്കാനുള്ളൊരു മാനസിക സ്ഥിതി നമ്മളും ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ 75-80 വയസ്സായതൊന്നും കാശ്മീരോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളോ കാണാതിരിക്കാനുള്ള കാരണമായിട്ട് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കരുത്. പ്രായമായി എന്നുള്ളത് അവരുടെ കുറ്റമല്ല, പക്ഷേ ഈ പ്രായത്തിൻ്റെ ഇടക്ക് അവരുടെ സന്തോഷങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ കുറ്റമായിട്ട് കാണാൻ പറ്റണം. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ നിയന്ത്രിക്കുന്ന ആളുകൾ, മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യതകളിൽ ഇടപെടുന്ന ആളുകൾ നിയന്ത്രിക്കാനും ഇടപെടാനും മാത്രമേ അവരെ കാണുള്ളൂ.
ഈ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഒരാവശ്യം വരുമ്പോൾ, ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ അവരെ സഹായിക്കാനൊന്നും ഈ പറഞ്ഞ ആരും വരൂല. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് കണ്ടുപിടിക്കുക, മറ്റുള്ളവർ ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാക്കി കൊണ്ടു നടക്കുക എന്നതിലപ്പുറം മറ്റുള്ളവർക്ക് ഇവരിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ വെറും വട്ടപൂജ്യമായിരിക്കും. അതുകൊണ്ട് ആരാണെങ്കിലും വ്യക്തി ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ പോകരുത്. അവരുടെ സന്തോഷങ്ങളും അവരുടെ ആനന്ദങ്ങളും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ സ്വകാര്യതകളും കൊണ്ട് അവർ സുഖമായി സന്തോഷമായിട്ട് കഴിയട്ടെ. എല്ലാവരും അർമാദിക്കട്ടെ. അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾക്കും മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുന്ന ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി.